ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 19-ാം അധ്യായം. സൂത ഉവാച. മഹീപതിസ്ത്വത തത്കർമ്മഗർഹ്യം വിചിന്തയന്നാത്മകൃതം സുദുർമനാഃ അഹോ മയാ നീചമരാര്യവത്കൃതം നിരാഗസിത് ബ്രഹ്മണി ഗൂഢതേജസി. സൂതൻ പറഞ്ഞു, ചത്ത പാമ്പിനെ മുനിയുടെ കഴുത്തിലെടുത്തിട്ട് നഗരത്തെ പ്രാപിച്ച രാജാവാകട്ടെ താൻ ചെയ്തതും നിന്ദ്യവുമായ ആ കർമ്മത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടു. കഷ്ടം, ഞാൻ എത്ര കഠോരമായ കർമ്മം ചെയ്തുപോയി. ആ മുനി യാതൊരു അപരാധവും ചെയ്യാത്തവൻ, ഗൂഢമായ തേജസ്സോടുകൂടിയ ബ്രാഹ്മണോത്തമൻ. ആ മഹാത്മാവിൽ ഞാൻ ദുഷ്ടനെപ്പോലെ പാപം ആചരിച്ചുവല്ലോ. ഈശ്വരനെ അവമതിച്ചതായ കുറ്റത്താൽ തടുക്കാൻ കഴിയാത്തതായ ആപത്ത് എനിക്കുണ്ടാകും. ആ ദുഃഖം എനിക്ക് തന്നെ പ്രത്യക്ഷമായിട്ട് അതിശീഘ്രത്തിൽ സമ്പൂർണമായി ഉണ്ടാകട്ടെ. ഞാൻ ചെയ്ത കുറ്റത്തിന് എൻ്റെ പുത്രാദികൾക്ക് വല്ല സങ്കടവും നേരിടുന്നത് മൂലം വ്യസനിപ്പാൻ ഇടവരുത്താതെ ആ സങ്കടം എനിക്ക് തന്നെ നേരിട്ട് അനുഭവിക്കുവാൻ സംഗതി വരുത്തേണമേ എന്ന് ദൈവത്തോട് ചെയ്യുന്ന പ്രാർത്ഥനയാണിത്. ആ വിധം വ്യസനം നേരിടുന്നത് ഞാൻ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് രണ്ടാമതൊരിക്കൽ ഈ വിധം ചെയ്യുവാൻ തോന്നാതിരിപ്പാനുള്ള കാരണമായും വരുമല്ലോ. ഈ വിധം തൻ്റെ കുറ്റത്തിന് തനിക്ക് തന്നെ വ്യസനം നേരിടണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ആ വ്യസനപ്രാപ്തിക്ക് മുമ്പിൽ തന്നെ ഒന്നുകൂടെ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രാഹ്മണദ്വേഷം എന്നിൽ നിന്നും പുറപ്പെടുവാൻ കാരണം എൻ്റെ അഹങ്കാരമാണ്. അതിനു കാരണം ഞാൻ രാജാവും സൈന്യാദി ബലമുള്ളവനും അപാരമായ ഐശ്വര്യത്തിൻ്റെ അധിപനുമാണെന്നുണ്ടായ വിചാരമാകുന്നു. ആ വിചാരത്തെ ജനിപ്പിക്കുന്നതിന് കാരണമായ രാജ്യാദി സർവവും ആദ്യം നശിക്കണം, പിന്നെ ഞാനും നശിക്കണം എന്ന് ദുഃഖാധിക്യ നിമിത്തം പ്രാർത്ഥിക്കുന്നു. അമംഗളസ്വരൂപനായ എൻ്റെ രാജ്യത്തെയും സൈന്യത്തെയും പരിപൂർണമായ ഭണ്ഡാരത്തെയും ബ്രാഹ്മണകുലമാകുന്ന തീയെ ഇപ്പോൾ തന്നെ ദഹിപ്പിക്കട്ടെ. ബ്രാഹ്മണർ, ദേവന്മാർ, പശുക്കൾ ഇവർക്കു നേരെ എനിക്ക് രണ്ടാമതും ദ്രോഹബുദ്ധി ഉണ്ടാകാതിരിക്കണം. പിന്നെ മുൻ വിചാരിച്ച വിധം ആലോചിച്ചു കൊണ്ടിരുന്ന പരീക്ഷിത്തു മഹാരാജാവ് ശമീകമുനിയുടെ പുത്രനായ ശൃംഗി തക്ഷകനാൽ 7-ാം ദിവസം രാജാവിന് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ ശാപവചനം ശമീകമുനി ശിഷ്യൻ മുഖാന്തരം അറിഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവ് വിഷയങ്ങളിൽ അതിതാൽപര്യത്തോടെ ഇരിക്കുന്ന തനിക്ക് ഉടൻ തന്നെ വന്നുചേർന്ന വിരക്തിക്ക് കാരണമായ തക്ഷക വിഷാഗ്നിയെ ഉപകാരമായിട്ടു തന്നെ കരുതി. അനന്തരം രാജാവ് രാജ്യവാസികളെയും പ്രധാനമന്ത്രിമാരെയും വരുത്തി യോഗം ചേർത്തി അവരുടെ മുമ്പിൽ വെച്ച് നടന്ന വൃത്താന്തങ്ങളെയും തനിക്ക് സമീപിച്ചിരിക്കുന്ന അന്ത്യകാലത്തെയും വിസ്തരിച്ച് അവരെ ധരിപ്പിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടതായ പ്രവൃത്തിയെക്കുറിച്ച് നിരൂപണം ചെയ്തു. ഇഹലോകവും അതിൽ നിന്ന് സിദ്ധിക്കാവുന്ന സുഖങ്ങളും അതുപോലെ തന്നെ പരലോകവും അവിടെ ലഭിക്കാവുന്ന ഭോഗങ്ങളും നശിക്കുന്നവയും വീണ്ടും ജന്മാദി സുഖദുഃഖങ്ങളെ നൽകുവാനുള്ള മൂലവുമാകയാൽ ആ 2 ലോകങ്ങളെക്കുറിച്ചുള്ള ചിന്തയും നിശേഷം ഉപേക്ഷിക്കേണ്ടതാണെന്നും മറ്റുള്ള എല്ലാറ്റിനേക്കാൾ അത്യന്തം ഉത്കർഷമുള്ള കൃത്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപത്മത്തെ സേവിച്ച് ശരീരത്തെ ഉപേക്ഷിക്കുന്നത് തന്നെയാണെന്നും തീർച്ചപ്പെടുത്തി ഗംഗാനദീ തീരത്തിൽ പ്രായോപവേശം ചെയ്തു. ശരീരരക്ഷയ്ക്കുള്ള ആഹാരാദികളെയും ഉപേക്ഷിച്ച് മരണം വരെ ശ്രീകൃഷ്ണ ഭജനം ചെയ്യുന്നതായ ഒരുവിധം വ്രതത്തിന് പ്രായോപവേശം എന്നാണ് പേർ. ഏറ്റവും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന കാന്തിയുള്ള തുളസി കലർന്ന കൃഷ്ണപാദ ധൂളികളാൽ ശ്ലാഘ്യമായിരിക്കുന്ന ജലത്തെ വഹിച്ചുകൊണ്ടൊഴുകുന്ന ഗംഗാനദി ലോകപാലന്മാരോടുകൂടിയ സകല ജനങ്ങളെയും ഉള്ളിലും പുറത്തും ശുദ്ധന്മാരാക്കി തീർക്കുന്നു. അത്ര മഹിമയുള്ള ആ ഗംഗയെ മരണധർമ്മത്തോടുകൂടിയ ഏതൊരു മർത്യൻ സേവിക്കയില്ല. മരണം ഏതു സമയം ഉണ്ടാകുമോ എന്നറിവില്ലാത്തതിനാൽ പുനർമരണദുഃഖത്തെ ഇല്ലാതാക്കുന്ന ശക്തിയോടുകൂടിയ ദിവ്യഗംഗയെ ഏവരും എപ്പോഴും സേവിക്കണം. ഇന്ന സമയത്ത് മരണം തീർച്ചയായി ഉണ്ടാകുമെന്നറിഞ്ഞ രാജാവ് മരിപ്പാനുള്ള സ്ഥാനമായിട്ട് ഗംഗാതീരത്തെ തിരഞ്ഞെടുത്തതിനുള്ള കാരണം അതാണ്. പാണ്ഡുവിൻ്റെ വംശത്തിൽ ജനിച്ച ആ പരീക്ഷിത്തു മഹാരാജാവ് ഇപ്രകാരം മുറിച്ച് ഗംഗാതീരത്തിൽ പ്രായോപവേശത്തെ സ്വീകരിച്ചു. വാക്കുകളെ അടക്കി മറ്റു സകല വിഷയങ്ങളിൽ നിന്നും മനസ്സിനെയും പിൻവലിച്ചു. ശ്രീകൃഷ്ണനല്ലാതെ അന്യമായ ശരണം ഇല്ലെന്നുറച്ച് ഭഗവാന്റെ പാദപത്മത്തെ ധ്യാനിച്ചു. അവിടെ അപ്പോൾ പ്രായോപവേശം ചെയ്തിരിക്കുന്ന മഹാഭക്തനായ ആ പരീക്ഷിത്തു മഹാരാജാവിനെ കാണുവാൻ മഹാനുഭാവന്മാരും ലോകത്തെ പരിശുദ്ധമാക്കുവാൻ മാത്രം മഹിമയുള്ളവരുമായ മുനിമാർ ശിഷ്യന്മാരോടുകൂടെ വന്നു ചേർന്നു.
സത്തുക്കൾ തീർത്ഥസ്നാനത്തിനാണെന്ന ഭാവത്തോടുകൂടെ അവരുടെ മാഹാത്മ്യ പ്രഭാവത്താൽ തീർത്ഥങ്ങളെ തന്നെ പരിശുദ്ധങ്ങളാക്കുന്നുവല്ലോ. അതിനാൽ അവരുടെ അപ്പോഴത്തെ ആഗമനം തീർത്ഥസ്നാനത്തിനായിട്ടല്ല, രാജാവിന് ദർശനം നൽകി അനുഗ്രഹിപ്പാനാണ്. അത്രി, വസിഷ്ഠൻ, ചവനൻ, ശരദ്വാൻ, അരിഷ്ടനേമി, ഭൃഗു, അങ്കിരസ്, പരാശരൻ, വിശ്വാമിത്രൻ, പരശുരാമൻ, ഉദത്യൻ, ഇന്ദ്രപ്രമാദൻ, ഇദ്മവാഹൻ, മേധാതിഥി, ദേവലൻ, ആർഷ്ടിവീഷണൻ, ഭരദ്വാജൻ, ഗൗതമൻ, പിപ്പലാദൻ, മൈത്രേയൻ, ഔർവൻ, കവഷൻ, അഗസ്ത്യൻ, ദ്വൈപായനൻ, ഭഗവാനായ നാരദൻ, മറ്റുള്ള ദേവർഷികൾ, ബ്രഹ്മർഷികൾ, രാജർഷികൾ, ആരുണം മുതലായ കാണ്ഡങ്ങളെ അനുഷ്ഠിക്കുന്നവരായ നാനാ ഋഷിശ്രേഷ്ഠന്മാർ വന്നു. പലവിധങ്ങളായ ഋഷിഗോത്രങ്ങളിൽ ജനിച്ചവരും ഇപ്പോൾ അവിടെ ഒന്നിച്ചു ചേർന്നവരുമായ ആ മുനിശ്രേഷ്ഠന്മാരെ പരീക്ഷിത്തു മഹാരാജാവ് പൂജിച്ചു, ശിരസ്സുകൊണ്ട് വന്ദിച്ചു. ആ മുനിമാർ ആസനങ്ങളിൽ സുഖമായിരുന്ന ഉടനെ രാജാവ് വീണ്ടും നമസ്കരിച്ചു, അഞ്ജലീബന്ധം ചെയ്തു. മനസ്സിൽ പരിശുദ്ധിയോടുകൂടെ അവരുടെ അരികെ മുൻഭാഗത്തിരുന്ന് താൻ ചെയ്യുവാൻ ഇച്ഛിച്ചിരിക്കുന്ന പ്രായോപവേശാദി യുക്തമോ അയുക്തമോ എന്ന സംഗതിയെക്കുറിച്ച് അറിയിച്ചു. രാജോവാച: അഹോ വയം ധന്യതമാ നിർമ്മാണം മഹത്തമാനുഗ്രഹണീയശീലാഃ രാജ്ഞാം കുലം ബ്രാഹ്മണപാദശൗചാ ദൂരാതിസൃഷ്ടം ബദഗർഹ്യകർമ്മ. രാജാവ് പറഞ്ഞു, അന്തകാലത്തിൽ അനുമോദിപ്പാനായി വന്നിരിക്കുന്ന മഹർഷിമാരുടെ അനുഗ്രഹം തന്നിലുണ്ടെന്ന് കണ്ട രാജാവ് തന്നെക്കുറിച്ച് തന്നെ ശ്ലാഘിക്കുന്നു. ആശ്ചര്യം! ഏറ്റവും മഹാന്മാരായവരുടെ അനുഗ്രഹം സിദ്ധിക്കുവാൻ തക്ക വ്യാപാരമുള്ളവരായ ഞങ്ങൾ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ധന്യന്മാരായി തീർന്നിരിക്കുന്നു. എന്നെപ്പോലെ നിന്ദ്യമായ കർമ്മത്തെ നടത്തുന്ന രാജാക്കന്മാരുടെ വംശം ദൂരെ തള്ളിക്കളയേണ്ടതാണ്. ബ്രാഹ്മണർ പാദക്ഷാളനം ചെയ്ത ജലത്തേക്കാൾ നിന്ദ്യമാകുന്നുവല്ലോ. കഷ്ടം! അനുഗ്രഹം എന്നിരിക്കട്ടെ, ബ്രാഹ്മണശാപം എന്നെ ബാധിച്ചതും ഭഗവാന്റെ അനുഗ്രഹ ലക്ഷണം തന്നെയെന്ന് പറയുന്നു. നിന്ദിക്കത്തക്ക കർമ്മങ്ങളെ ചെയ്തവനും പാപസ്വഭാവനും ഗൃഹാദി വിഷയങ്ങളിൽ ഏറ്റവും ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനുമായ ആ എന്നെ ഉത്കൃഷ്ടന്മാരായ ബ്രഹ്മാദിദേവന്മാർക്കും ഇതരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന ശ്രീനാരായണൻ വൈരാഗ്യത്തിന് കാരണമായ ബ്രാഹ്മണ ശാപരൂപത്തോടുകൂടെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ ശാപം ഗൃഹാദി വിഷയങ്ങളിൽ പ്രസക്തനായിരിക്കുന്ന ഒരുവന് ശീഘ്രത്തിൽ വൈരാഗ്യത്തെ ജനിപ്പിക്കുമല്ലോ. ഈശ്വരനിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഞാൻ ശരണാഗതനാണെന്ന് ഗംഗാദേവിയും ബ്രാഹ്മണരും അറിയണം. മുനികുമാരനാൽ അയക്കപ്പെടുന്ന വഞ്ചകനായ തക്ഷകൻ എന്നെ ഇഷ്ടം പോലെ കടിച്ചുകൊള്ളട്ടെ, ഞാൻ പ്രതികാരത്തിന് ഒരുക്കമില്ല. നിങ്ങൾ മഹാവിഷ്ണുവിനെക്കുറിച്ചുള്ള കീർത്തനങ്ങളെ വേണ്ട പോലെ ഗാനം ചെയ്യുവിൻ. എനിക്ക് ഏതേതു ജന്മം സിദ്ധിച്ചാലും അതിലെല്ലാം കാലദേശാദി പരിച്ഛേദത്തെ അതിക്രമിച്ച് ഏതു കാലത്തും ഏതു ദിക്കിലും ഒരേപോലെ വ്യാപിച്ചിരിക്കുന്ന ഭഗവാനിൽ പരമപ്രേമരൂപയായ ഭക്തിയും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന മഹാന്മാരോടുകൂടെ നിരന്തരമായ സംസർഗവും സകല പ്രാണിവർഗത്തെക്കുറിച്ച് മിത്രഭാവവും ഉണ്ടാകണം. ബ്രാഹ്മണർക്കായിക്കൊണ്ട് നമസ്കാരം. ഇപ്രകാരമുള്ള നിശ്ചയത്തോടുകൂടിയവനും സ്വപുത്രനായ ജനമേജയനിൽ രാജ്യഭാരത്തെ സമർപ്പിച്ചവനും മരണഭയത്തെ തീരെ ഉപേക്ഷിച്ച് മനസ്സമാധാനത്തോടുകൂടെ കർത്തവ്യത്തെ തീർച്ചപ്പെടുത്തിയ ബുദ്ധിമാനുമായ പരീക്ഷിത്തു മഹാരാജാവ് അഗ്രഭാഗത്തെ കിഴക്കുദിക്കിലേക്ക് തിരിച്ചു വിരിച്ചതായ ദർഭാസനത്തിൽ ഗംഗാനദിയുടെ തെക്കേക്കരയിൽ വടക്കോട്ട് നോക്കിയിരുന്നു. ഇപ്രകാരം രാജാക്കന്മാർക്കും രാജാവായിരിക്കുന്ന പരീക്ഷിത്തു മഹാരാജാവ് പ്രായോപവേശത്തെ പ്രാപിച്ചപ്പോൾ ദേവന്മാർ ആ രാജാവിൻ്റെ ഭക്തിയെക്കുറിച്ച് പ്രശംസിക്കുകയും ഭൂമിയിൽ സന്തോഷപൂർവ്വം പുഷ്പങ്ങളെ വർഷിക്കുകയും ദുന്ദുബി മുതലായ അവരുടെ വാദ്യങ്ങളെ മുഴക്കുകയും ചെയ്തു. ജനങ്ങളെ അനുഗ്രഹിക്കുന്ന സൽസ്വഭാവവും അതിനു തപശക്തിയുള്ളവരും അവിടെ രാജസന്നിധിയിൽ വന്നു ചേർന്നവരുമായ മഹർഷികൾ രാജാവിനെ പ്രശംസിച്ച് അനുമോദിക്കുന്നവരായി സാധുവാദം ചെയ്ത ശേഷം യദുകുലത്തിൽ അവതരിച്ച പുണ്യശ്ലോകനായ ശ്രീകൃഷ്ണൻ്റെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങൾ കൊണ്ട് കേൾക്കുന്നവരെ ആനന്ദിപ്പിക്കുന്ന ചരിത്രത്തെ പറവാൻ തുടങ്ങി. രാജർഷികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഹേ രാജാവേ, ശ്രീകൃഷ്ണനെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന വംശത്തിൽ ജനിച്ചവരായ നിങ്ങളിൽ ഇത് ആശ്ചര്യമല്ല നിശ്ചയം. അങ്ങയുടെ പിതാമഹന്മാരായ യുധിഷ്ഠിരാദികൾ ശ്രീ ഭഗവാന്റെ സന്നിധിയിൽ നിരന്തരം വസിപ്പാനുള്ള ആഗ്രഹം കൊണ്ട് കിരീടം ധരിച്ച രാജാക്കന്മാർക്കു മാത്രം വസിപ്പാൻ അവകാശപ്പെട്ട സിംഹാസനത്തെ മടികൂടാതെ ഉപേക്ഷിച്ചവരല്ലേ? രാജാവിനോട് മേൽവിവരിച്ച വിധം പറഞ്ഞ ശേഷം മഹർഷിമാർ അന്യോന്യം പറയുന്നു:
നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം. ശ്രീകൃഷ്ണ ഭക്തന്മാരിൽ പ്രധാനനായ ഈ രാജശ്രേഷ്ഠൻ ഈ ഭൗതികത്തെ ഉപേക്ഷിച്ച് മായാബന്ധമില്ലാത്തതും ശോകമറ്റതും പരമോത്കൃഷ്ടവുമായ ലോകത്തെ പ്രാപിപ്പാൻ പോകുന്നു. പരീക്ഷിത്തു മഹാരാജാവ് പക്ഷപാതമില്ലാത്തതും മനസ്സിനെ ആനന്ദിപ്പിക്കുവാൻ സമർത്ഥമായ രസം നിറഞ്ഞതും ഗംഭീരമായ അർത്ഥമടങ്ങിയതും സത്യവും ഉചിതവുമായ മുനികൾ അന്യോന്യം പറയുന്ന വാക്കുകളെ കേട്ടിട്ട് അവരെക്കുറിച്ച് സന്തോഷിച്ച് വിഷ്ണുകഥകളെ കേൾക്കാനുള്ള ആഗ്രഹത്തോടെ പറഞ്ഞു. യാജോവാച സമാഗതാ സർവദയേവ സർവേ വേദാ യഥാ മൂർത്തിധരാസ്ത്രിപൃഷ്ടേ നേഹാദവാമുത്രജ കശ്ചനാർത്ത ഹൃദേ പരാനുഗ്രഹമാത്മശീലം. രാജാവ് പറഞ്ഞു, ഹേ മുനിമാരെ, 3 ലോകങ്ങളിലും വെച്ച് ഉപരിഷ്ടമായ സത്യലോകത്തിൽ മൂർത്തിയെ ധരിച്ചിരിക്കുന്ന വേദങ്ങളെന്നുപോലെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും വന്നവർ. സ്വഭാവത്താൽ തന്നെ അന്യരെ അനുഗ്രഹിക്കുക എന്ന ഒന്നല്ലാതെ ഈ ലോകത്തിലും പരലോകത്തിലും നിങ്ങൾക്ക് സാധിക്കേണ്ടതായ കാര്യം മറ്റു യാതൊന്നുമില്ല. ഹേ അഭിജ്ഞന്മാരായ ബ്രാഹ്മണരെ, നിങ്ങൾ എന്തു തീർച്ചപ്പെടുത്തി പറയുന്നുവോ അതാണ് ചെയ്യേണ്ടതെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ ഇത് ചോദിച്ചു കൊള്ളുന്നു. എല്ലാ അവസ്ഥകളിലും, വിശേഷിച്ച് മരണം അടുത്തെത്തിയിരിക്കുന്ന അവസ്ഥയിലും മനുഷ്യർ ചെയ്യേണ്ടതും പാപസംബന്ധം ഇല്ലാതിരിക്കുന്നതുമായ കാര്യം എന്താണെന്നുള്ള സംഗതിയെക്കുറിച്ച് സമാധാനത്തോടെ നിങ്ങൾ ആലോചിച്ചു തീർച്ചപ്പെടുത്തി എന്നോട് പറയുവിൻ. അവിടെ കൂടിയിരിക്കുന്ന മഹർഷിമാർ മരണമടുത്തിരിക്കുന്നവൻ അനുഷ്ഠിക്കേണ്ടതായ പാപമറ്റ കർമ്മം വ്രതാനുഷ്ഠാനമാണ്, അല്ല തപസ്സാണ്, അല്ല സ്വരൂപധ്യാനമാണ് എന്നിങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞും മറ്റുള്ളവർ അതിനെ എതിർത്തും വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജ്ഞാനസ്വരൂപനും ഇന്ന ദിക്കിൽ സഞ്ചരിക്കണമെന്ന് ഉദ്ദേശമില്ലാത്തതിനാൽ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നവനും ഒന്നിന്മേലും അപേക്ഷയില്ലാത്തവനും ബ്രാഹ്മണാദി വർണ്ണലക്ഷണമോ ബ്രഹ്മചാര്യാദി ആശ്രമലക്ഷണമോ ദേഹത്തിൽ ധരിച്ചിട്ടില്ലാത്തവനും ആത്മാനന്ദാനുഭവത്താൽ പരമസന്തുഷ്ടനും ശരീരാച്ഛാദനത്തിന് വസ്ത്രാദികൾ കൂടെ ഇല്ലാത്തവനാകയാൽ അവധൂത വേഷത്തോടു കൂടിയവനും ബാലന്മാരും സ്ത്രീകളും ചുറ്റുമുള്ളവനും വ്യാസപുത്രനുമായ ശുഗബ്രഹ്മർഷി അവിടെ എതിർച്ചയാ ആഗതനായി. 16 വയസ്സുള്ളവനും ഏറ്റവും ഭംഗിയും മൃദുത്വവുമുള്ള പാദങ്ങൾ, കൈകൾ, തുടകൾ, തോളുകൾ, കവിൾത്തടങ്ങൾ, ദേഹം ഇവയോട് കൂടിയവനും മനോഹരങ്ങളായ നീണ്ട കണ്ണുകൾ, ഉയർന്ന നാസിക, സമങ്ങളായ ചെവികൾ, ശോഭനമായ പുരികം ഇവയോട് കൂടിയവനും ശംഖം പോലെ സുന്ദരമായും 3 രേഖകൾ ഉള്ളതുമായ കഴുത്ത്, മാംസത്താൽ മറയ്ക്കപ്പെട്ട കഴുത്തിനു താഴെയുള്ള എല്ലുകൾ, പരന്നും ഉയർന്നുമിരിക്കുന്ന മാറിടം, ചുഴി പോലെ വൃത്താകാരമായും അഗാധവുമായിരിക്കുന്ന നാഭി, വലിത്രയങ്ങളാൽ മനോഹരമായ വയർ ഇവയോട് കൂടിയവനും ദിക്കുകളെ തന്നെ വസ്ത്രമാക്കിയവനും ചുരുണ്ടും അഴിഞ്ഞും കിടക്കുന്ന തലമുടിയുള്ളവനും നീണ്ട കൈകളോട് കൂടിയവനും ദേവന്മാരിൽ വെച്ച് ഉത്തമനായ ശ്രീനാരായണൻ്റെ കാന്തിയെ വഹിച്ചിരിക്കുന്നവനും ശ്യാമള നിറമുള്ളവനും അധിക ഭംഗിയുള്ള യൗവനകാന്തിയാൽ സ്ത്രീകളുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവനും പുഞ്ചിരിയാൽ മനോഹര സ്വരൂപനുമായ ആ ശുഗബ്രഹ്മർഷിയെ അദ്ദേഹത്തിൻ്റെ തേജസ്സ് ഏറ്റവും മറഞ്ഞാണിരിക്കുന്നതെങ്കിലും മുനിമാർ കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളെ നോക്കി അറിഞ്ഞവരാകയാൽ ഇരിക്കുന്ന പീഠങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് എതിരേറ്റു കൊണ്ടുവരുവാനായി ചെന്നു. പരീക്ഷിത്തു രാജാവ് സമീപത്ത് വന്നിരിക്കുന്ന ആ മഹാത്മാവായ അതിഥിയെ ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു പൂജിച്ചു. അത് കണ്ടപ്പോൾ ആ ദിവ്യമുനിയുടെ പിന്നാലെ വന്നിരുന്ന മൂഢന്മാരായ കുട്ടികളും സ്ത്രീകളും മടങ്ങിപ്പോയി. രാജാവിനാലും സഭ്യന്മാരായ മറ്റു മഹർഷിമാരാലും പൂജിക്കപ്പെട്ട ആ ശുഗമഹർഷി മഹത്തായ ആസനത്തിൽ ഇരുന്നു. ആ സദസ്സിലുള്ള ബ്രഹ്മർഷികൾ, രാജർഷികൾ, ദേവർഷികൾ ഇവരുടെ സംഘങ്ങളാൽ ചുറ്റപ്പെട്ടും ഏറ്റവും പൂജ്യന്മാരായ മഹാത്മാക്കളിൽ വെച്ച് പരമപൂജ്യനും ജ്ഞാനാനന്ദ സ്വരൂപനുമായ ശ്രീ ശുഗമഹർഷി ശുക്രാദി ഗ്രഹങ്ങൾ, അശ്വിന്യാദി 27 നക്ഷത്രങ്ങൾ, മറ്റു നക്ഷത്രങ്ങൾ ഇവയാൽ ചുറ്റപ്പെട്ട ചന്ദ്രനെപ്പോലെ ഏറ്റവും ശോഭിച്ചു. ഭഗവാനിൽ ഭക്തിയുള്ള പരീക്ഷിത്തു രാജാവ് ഏറ്റവും ശാന്തനും അവിടെ ഇരിക്കുന്നവനും ഏതു വിഷയത്തിലും പ്രവേശിക്കുന്ന സൂക്ഷ്മമായ ബുദ്ധിയുള്ളവനുമായ ആ ശുഗമുനിയെ നേരിട്ട് ചെന്ന് ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു. സാവധാനത്തോടുകൂടെ പിന്നെയും നമസ്കരിച്ച് അഞ്ജലീബന്ധം ചെയ്തു. വിശ്വാസത്തെയും പ്രേമത്തെയും പ്രകാശിപ്പിക്കുന്ന വാക്കുകൊണ്ട് ഈ വിധം ചോദിച്ചു. പരീക്ഷിതുവാച അഹോ അദ്യ വയം ബ്രഹ്മൻ സത്സേവ്യാക്ഷത്രബന്ധവഃ കൃപയാതിഥിരൂപേണ
ഭവദ്ഭിസ്തീർത്ഥകാ കൃതാഃ. പരീക്ഷിത്ത് രാജാവ് ചോദിച്ചു, ഹേ ബ്രഹ്മർഷേ, ധർമ്മം തെറ്റി നടക്കുന്ന ക്ഷത്രിയന്മാരായ ഞങ്ങൾ ഇപ്പോൾ സജ്ജനങ്ങളെ സേവിക്കത്തക്ക വൈഭവമുള്ളവരായി ഭവിച്ചു. ആശ്ചര്യം! എങ്ങനെയെന്നാൽ മഹാന്മാരായ നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ അതിഥിഭാവത്തെ സ്വീകരിച്ചു ഇവിടെ വന്നതിനാൽ ഞങ്ങൾ യോഗ്യന്മാരായി തീർന്നു. സാധുക്കളെ സ്മരിക്കുന്ന മനുഷ്യർ വസിക്കുന്ന ഗൃഹങ്ങൾ കൂടെ ഉടനെ ശുദ്ധിയെ പ്രാപിക്കും നിശ്ചയം. അത്ര മാഹാത്മ്യമുള്ള ആ സാധുജനങ്ങളെ കാണുക, ശിരസ്സുകൊണ്ട് അവരുടെ പാദങ്ങളെ സ്പർശിക്കുക, അവരുടെ പാദങ്ങളെ പ്രക്ഷാളനം ചെയ്യുക, അവർക്ക് പീഠം നൽകിയിരുത്തുക എന്നിങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർ പരിശുദ്ധരാകുന്നു. അല്ലയോ മഹാനായ യോഗിയായുള്ളോനെ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എത്രയും കഠിനങ്ങളായിരുന്നാലും മനുഷ്യരുടെ പാപങ്ങൾ വിഷ്ണുവിൻ്റെ സന്നിധാനത്തിൽ അസുരാദികൾ എന്ന പോലെ അതിശീഘ്രം നശിക്കുന്നു. അല്ലയോ യോഗീശ്വര, പാണ്ഡുപുത്രന്മാരായ ധർമ്മജാതികളിൽ ഏറ്റവും പ്രിയമുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പിതാവായ വസുദേവരുടെ സഹോദരിയായ കുന്തിദേവിയുടെ പുത്രന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടെങ്കിലും എനിക്ക് വേണ്ടത്ര കൃഷ്ണഭക്തിയില്ലെങ്കിൽ കൂടെ എൻ്റെ പേരിൽ ബന്ധുഭാവത്തെ അംഗീകരിച്ച് പ്രസാദിച്ചിരിക്കുന്നുവോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സ്വഭാവമുള്ള ശ്രീകൃഷ്ണൻ്റെ പ്രസാദം ഞങ്ങളിൽ ഇല്ലെങ്കിൽ ആരാലും അറിയപ്പെടാത്ത മനോഗതിയോടുകൂടിയ അത്യുദാരനായ അങ്ങയുടെ ഈ കാഴ്ച മരണത്തിൻ്റെ സമീപത്തിലിരിക്കുന്ന മനുഷ്യരായ ഞങ്ങൾക്ക് എങ്ങനെ സിദ്ധിക്കും? ശ്രീകൃഷ്ണ പ്രസാദമാണ് ആസന്ന മൃത്യുവായ എനിക്ക് അങ്ങയെ കാട്ടിത്തന്നിരിക്കുന്നത് എന്നു സാരം. അത്യന്തം ഉദാരനായതുകൊണ്ട് ഈ സമയത്ത് അറിയേണ്ടതിനെ എന്നോട് ചോദിച്ചറിഞ്ഞുകൊള്ളട്ടെ എന്നുള്ള മഹത്തായ അങ്ങയുടെ ഔദാര്യത്തെ എൻ്റെ നേർക്ക് പ്രകാശിപ്പിച്ചുകൊണ്ടാണ് അങ്ങിപ്പോൾ സന്നിധാനം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ ജന്മസാഫല്യത്തെ വേണ്ടവിധം പ്രാപിച്ച് യോഗികളുടെ കൂട്ടത്തിൽ അത്യുത്കൃഷ്ടനും അവരുടെ ഉപദേഷ്ടാവുമായ അങ്ങയോട് മരണം അടുത്തിരിക്കുന്ന ഒരുവൻ സർവാത്മന ചെയ്യേണ്ടതായ പ്രവൃത്തി എന്താണെന്ന് ഞാൻ ചോദിച്ചുകൊള്ളുന്നു. ഹേ പ്രഭോ, മനുഷ്യർ ശ്രവണം ചെയ്യേണ്ടതായ വിഷയമേത്? അല്ലെങ്കിൽ ജപിക്കേണ്ടതായ മന്ത്രമേത്? ചെയ്യേണ്ടതായ പ്രവൃത്തി ഏത്? സ്മരിക്കേണ്ടതായ രൂപമേത്? ഭജിക്കേണ്ടതായ സ്വരൂപമേത്? അല്ലെങ്കിൽ കേൾപ്പാനും ജപിപ്പാനും ചെയ്യുവാനും സ്മരിപ്പാനും ഭജിപ്പാനും പാടില്ലാത്തതേത് എന്ന സംഗതിയെ അങ്ങ് അരുളി ചെയ്യണം. അല്ലയോ ബ്രഹ്മർഷേ, ഭഗവാനായ അങ്ങ് ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ പശുക്കറവ് കഴിപ്പാൻ വേണ്ടയിടത്തോളമുള്ള സമയം കൂടെ ഇരിക്കുക പതിവില്ലല്ലോ. അതിനാൽ ഇവിടെ വന്ന അല്പസമയം ഇരിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഇപ്രകാരം പരീക്ഷിത്ത് മഹാരാജാവ് അതിമധുരമായ വാക്കുകൾ കൊണ്ട് ശുഗമുനിയോട് ഭക്തിപൂർവം ചോദ്യം ചെയ്തപ്പോൾ ധർമ്മങ്ങളെ അറിഞ്ഞിരിക്കുന്ന ബാദരായണ പുത്രനായ ശുഗമഹർഷി മറുപടി പറഞ്ഞു. ഈ 19-ാം അധ്യായത്തോടെ പ്രഥമ സ്കന്ധം സമാപിച്ചു. അടുത്ത ദിവസം ദ്വിതീയ സ്കന്ധം ആരംഭിക്കുന്നു. ഹരി ഓം.